ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ രാവിലെ 6 മണി മുതൽ 9 മണി വരെയുള്ള ഡ്യൂട്ടിയാണ് എടുത്തത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടും അതേപോലെ കടലക്കറിയും അതേപോലെ ലഞ്ച് ഉള്ളൊരു പയറിൻ്റെ ഉപ്പേരി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് കടക്കാം. ഞാനിത് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടലയാണ്. ഇത് രാവിലെ കഴുകിയിട്ട് ഒരു മണ്ണ് ചട്ടിയിൽ വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഉള്ളി തക്കാളി ചേർത്ത് കൊടുത്തു. പിന്നെ ഇത് തിളച്ച് വരുമ്പത്തിന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തിളച്ചതിന് ശേഷം ഏറ്റവും സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ അജ്മീൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നൊരു റെസിപ്പിയാണ് ഇന്നത്തെ റെസിപ്പി. ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതെല്ലാം കുഴച്ച് പിന്നെ രണ്ടാമത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ട് ഇത് അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. അപ്പത്തിന് ഞാനിവിടെ കടലക്കറിക്ക് വേണ്ടിയുള്ള മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു കടായിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് 2 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ വലിയ ജീരകം, ചെറിയ ജീരക വലിയ ജീരക പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളക് എരിവിനനുസരിച്ചിട്ട് വെള്ള കസ്കസ്, കാഷ്നട്ട് 5-6 ഇട്ടാൽ മതി. അണ്ടിപ്പരിപ്പ് 5-6 ഇട്ടാൽ മതി. ഇതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അരമുറി തേങ്ങ ഇട്ട് കൊടുത്തു. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. കൂടുതൽ റോസ്റ്റാക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുത്തു. പിന്നെ ഇവിടെ കടലക്ക വെന്ത് വന്നിട്ടുണ്ട്. കടലക്ക വെന്തതിന് ശേഷം ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് കാഷ്നട്ടും വൈറ്റ് കസ്കസ് ചേർത്തത് കൊണ്ട് കറി നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. തിളച്ചതിന് ശേഷം ഞാനിതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കടുകും കറിവേപ്പില പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതവിടെ അടച്ച് വെച്ചു. ഇപ്പം ഞാൻ പുട്ടുണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വാഴൻ്റെ വെച്ച് കൊടുത്തു. വാഴൻ്റെ വെച്ച് കൊടുക്കുന്നത് എന്തിനാ വേണ്ടി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പുട്ട്. അപ്പോൾ ഈ പുട്ട് രണ്ടാമത് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ വാഴൻ്റെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാഴൻ്റെ ചേർത്ത് കൊടുത്താൽ നല്ല ഹെൽത്തിയാണ്. ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതല്ലേ. വാഴൻ്റെ ഒരു ഹെൽത്തി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഈ സംഭവം. 20 മിനിറ്റ് വേവിച്ചെടുക്കണം. അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് വേവിച്ചെടുക്കണം. അതവിടെ വേവാൻ വെച്ച് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക് ചേർത്ത് കൊടുത്തു.
കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത്, കരിവേപ്പില ചേർത്ത് കൊടുത്തു, സവാള ചേർത്ത് കൊടുത്തു, പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊന്ന് അടച്ച് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് ഇതൊന്ന് അടച്ചിട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തു. മിക്സിൻ്റെ ജാറിലേക്ക് 2 പച്ചമുളക്, ഒരു 4 കരിവേപ്പിൻ്റെ ഇല, അരമുറി തേങ്ങ ഇട്ടിട്ടൊന്ന് ഒന്നുകൂടി കറക്കിയെടുത്തു. പിന്നെ ഇവിടെ പയർ വെന്ത് വന്നിട്ടുണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. സ്പൂൺ കൊണ്ട് മിക്സാക്കി എടുത്തു. ഇപ്പം ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. അവിടെ പുട്ടും വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾക്ക് 2 മണിക്കൂറിൽ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഉണ്ടാക്കിയെടുക്കാം. രാവിലെ ഞാൻ എണിച്ച ഉടനെ ചോറ് വെച്ചു, അപ്പത്തിന് പെട്ടെന്ന് എല്ലാം റെഡി ആയിട്ട് കിട്ടും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ഇപ്പം പുട്ടും കടലക്കറി കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു. കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേക്കും ഞാനിവിടേക്ക് ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടത് രാവിലത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റും കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഉച്ചക്ക് അതേപോലെ ചോറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് കുട്ടികൾക്ക്. അപ്പോൾ ചൂടോട് കൂടി കൊടുത്താൽ നല്ലതാണ്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.